Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ആ ചൈൻസ് അവർ രണ്ടുപേരും ചേർന്ന് ഫുൾ ഫോമിലേക്ക് സൂപ്പർ സയൻ പവറിലേക്ക് പോയ നമ്മുടെ ഗോഹാന്റെ പവർ അത് അബ്സോർബ് ചെയ്ത് അങ്ങനെ കടന്നു കളയാണ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവില്ല. സുപ്രീം കായി ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോടും ടീമിനോടും പറയും, ഞാൻ അവരുടെ പിന്നാലെ പോവാണ്, നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമായിട്ട് വരും, സോ നിങ്ങളും എന്നെ ഫോളോ ചെയ്ത് വരണം. ഇവിടെ മൊട്ടപ്പനാണെങ്കിൽ ഗോകുവിനോട് ചോദിക്കും, സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? അതിന് ഗോകു പറയും, ഞാനും ഇപ്പോൾ റൈഡ് പോവാണെന്ന് പറഞ്ഞ് അവൻ കടന്നു പോകാനായിട്ട് ആരംഭിക്കും. സുന്ദരിപ്പെണ്ണ് വിടലാണെങ്കിൽ ഇപ്പൊ ഗോഹാന്റെ അടുത്തേക്ക് ഓടി വരും. ഗോഹാൻ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ആരെങ്കിലും സഹായിക്കാനായിട്ട് ഇവിടേക്ക് ഓടിവാ, ഇവനിപ്പോ മെഡിസിൻ കൊടുക്കണം. ഇവിടെ ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും കാംഷോട് കൂടെ വിടലിനെ നോക്കും. അത് സെയ്റ്റാന്റെ മകൾ വിടലല്ലേ? ഇവളല്ലേ അല്പം മുൻപ് മരണത്തോട് മല്ലടിച്ച് ഇവിടുന്ന് കടന്നുപോയത്? ഇപ്പൊ അങ്ങനെ ഒരു പോറലും പറ്റാതെ ഇവൾ തിരികെ എത്തി. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കണേ? മുത്തപ്പനാണെങ്കിൽ ഗോകുവിനോട് പറയും, നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എന്റെ വൈഫിനോട് പറഞ്ഞ് ദാ വരുന്നു, നമുക്ക് എത്രയും വേഗം ഒരുമിച്ച് കിങ്കായോടൊപ്പം അവിടേക്ക് പോവാന്ന് പറയും. വജീറ്റി ആണെങ്കിൽ ഇപ്പോ ഗോകുവിനെ തടയാണ്. നീ ഇപ്പോ പോവാൻ പാടില്ല. നിന്റെ ഒരുപാട് കാലത്തെ വലിയൊരു ആഗ്രഹവും പ്രാക്ടീസിന്റെയും എല്ലാം തന്നെ അവസാന നിമിഷമാണിത്. നീയും ഞാനുമായിട്ടുള്ള പോരാട്ടം അതെനിക്ക് നടത്തിയേ പറ്റൂ. അതിന് ഗോകു പറയും, ഇപ്പൊ എനിക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല. എത്രയും വേഗം ചായോടൊപ്പം എനിക്ക് കടന്നു പോകണം. അത് ഈ മനുഷ്യർക്ക് വേണ്ടിയും നമ്മുടെ ഈ ഭൂമിക്ക് വേണ്ടിയാണ്. അതിന് വജീറ്റാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എനിക്ക് അവരൊന്നും നോക്കേണ്ട ആവശ്യമില്ല, എന്റെ ലക്ഷ്യം നിന്നെ തോൽപ്പിക്കുക എന്നതാണ്. ഗോകു ആണെങ്കിൽ അവനോട് പറയും, നമുക്ക് എപ്പോഴെങ്കിലും ഫൈറ്റ് ചെയ്യാം, നിന്നോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അതിനവനാണെങ്കിൽ തീർത്ത് പറയും, നിനക്ക് ഈ ഒരു ദിവസം മാത്രമല്ലേ ഇവിടെ നിൽക്കാൻ പറ്റൂ, സോ നീ പോവാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗോകുവിനെ ഡ്രസ്സ് പിടിച്ച് വലിക്കും. ഗോകു ആണെങ്കിൽ അവന്റെ കൈ തട്ടി മാറ്റും. ഇവിടെ മാത്രമാണ് ഒരു ദിവസം, നിനക്ക് വേണമെങ്കിൽ അവിടേക്ക് വരാം, അവിടെ നമുക്ക് ഒരുമിച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറയും. ഉടനെ പിക്കലോ ആണെങ്കിൽ ഗോകുവിനെ വിളിച്ച് അവർ രണ്ടുപേരും ആ മത്സരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് വരികയാണ്. ഗോകു ആണെങ്കിൽ ആ പിങ്ക് മാനോട് ചോദിക്കും, നിങ്ങൾക്ക് എന്റെ മകനെ ഭേദാക്കാൻ കഴിയോ? അതിനാള് പറയും, എത്രയും വേഗം എന്നെ കൊണ്ട് പറ്റും പോലെ ഞാൻ അവനെ ഓക്കെ ആക്കാം, അതിനുശേഷം നിങ്ങൾക്ക് സ്പൈക്കിന്റെ അടുത്തേക്ക് പോകാമെന്ന് പറയും. ഉടനെ ഗോകു ആണെങ്കിൽ അവിടുന്ന് കടന്നു പോവാണ്. അവരുടെ തൊട്ട് പിന്നാലെ വെജീറ്റയും അവിടുന്ന് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ 18 പറയും, എനിക്ക് എത്രയും വേഗം അവരെ സഹായിക്കാൻ പോണം. അതിനവള് പറയും, ഞാൻ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പോവാണ്, ജീവിക്കാനായിട്ട് പണം അത് ആവശ്യമുള്ളതല്ലേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അപ്പൊ തന്നെ തിരികെ വരണമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പൊ മൊട്ടപ്പനെ പറഞ്ഞയക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇപ്പോ ആ പിങ്ക് മാൻ ആണെങ്കിൽ ആളുടെ പവർ കൊടുത്ത് ഗോഹാനെ ഓക്കെ ആക്കാനായിട്ട് ആരംഭിക്കും. രണ്ട് അസിസ്റ്റൻസ് ആണെങ്കിൽ അവിടേക്ക് വന്ന് ഗോഹാനെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. അതിനാളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ ട്രീറ്റ്മെന്റ് അല്ല, ഇപ്പൊ എന്റെ ട്രീറ്റ്മെന്റ് ആണ് അവൻ ആവശ്യം എന്ന് പറയും. അടുത്ത നിമിഷം ഗോഹാനാണെങ്കിൽ ഓക്കെ ആവുകയാണ്. ഇവിടെ ട്രങ്ക്സ് ആണെങ്കിൽ കോട്ടനോട് ചോദിക്കും, നിന്റെ ചേട്ടൻ ആ ഒരു ഫൈറ്റിൽ തോറ്റുപോയോ? നമ്മുടെ അച്ഛന്മാര് അവരെവിടേക്കാ പോയെ? അതിന് കോട്ടൻ പറയും, ഞാനും നിന്നെ പോലെ ഇവിടെ നിൽക്കുകയായിരുന്നില്ലേ, എനിക്ക് ഒന്നും അറിയില്ല. ഇവിടെ ഗോഹാൻ അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്ക് ടു നോർമൽ ആയതിൽ ഒരുപാട് സന്തോഷം. പഴയതിന് കഴിഞ്ഞും ഒരുപാട് പവർ എനിക്ക് കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആവും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് സെയ്റ്റാൻ ആണെങ്കിൽ ഇപ്പൊ യാതൊരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന ആളുടെ മകളെ കാണും. എന്റെ മകൾക്ക് അവൻ എന്തോ ഒരു മാജിക് ബീനൊക്കെ കൊടുത്ത് ബാക്ക് ടു നോർമലാക്കി എടുത്തു. പക്ഷെ അവനുമായിട്ട് അവളങ്ങനെ കൊഞ്ചിക്കൊഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. സോ എത്രയും വേഗം അവളെ ഞാൻ എന്റെ അടുത്തേക്ക് കൊണ്ടുവരും, അവനുമായിട്ടുള്ള ചുറ്റിക്കളികൾ അതെല്ലാം ഞാൻ അവസാനിപ്പിക്കുന്നു പറഞ്ഞ് ആൾ ഓടും. പക്ഷെ എന്താ, ഒരു കല്ലിൽ തട്ടി അങ്ങനെ അടിച്ച് വീഴുകയാണ്. ഇവിടെ സുന്ദരിപ്പെണ്ണ് വിടലാണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, സത്യം പറയും, ഇവിടെ എന്താ സംഭവിക്കണേ? അതോടൊപ്പം ഞാനും അവിടേക്ക് വരുന്നുണ്ട്, എനിക്കറിയണം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. ഗോഹാനാണെങ്കിൽ അവളെ തടയാൻ ശ്രമിക്കും. പക്ഷെ അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ എന്നെ കൂട്ടാതെ പോയാലും എങ്ങനെ വരണമെന്ന് എനിക്കറിയാം, സോ എന്നെ കൊണ്ടുപോയേ പറ്റൂ. അതിന് ഗോഹാൻ പറയും, എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ തീർച്ചയായിട്ടും നീ തിരികെ പോകണം. അതിനവർ ഓക്കെ പറഞ്ഞ് രണ്ടുപേരും ഫ്ലൈ ചെയ്ത് പോവാണ്. ഇവിടെ ാണെങ്കിൽ ഡബിൾ ഷോക്ക്, തന്റെ മകൾക്ക് ഇപ്രകാരം പറക്കാൻ അറിയാം എന്നിപ്പോഴാണ് ആള് മനസ്സിലാക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ജിമ്മനും മഞ്ഞമുടി പെണ്ണും അവരാണെങ്കിൽ വണ്ടറടിക്കും, ഇവിടെ എന്താ സംഭവിക്കണേ, അവളെ കൊണ്ട് എങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റുന്നു? നല്ല രീതിയിൽ പരിക്ക് പറ്റിയ അവള് ഇപ്പൊ ഞൊടിയിടയിൽ ബാക്ക് ടു നോർമൽ ആയിരിക്കുകയാണ്. ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു? ഇത്രയും നാൾ എന്തുകൊണ്ട് അവൾ ഈ ഒരു പവറുകളെല്ലാം നമ്മുടെ മുമ്പിൽ മറച്ചു വെച്ചെന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാം ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്പൈക്കൻ സുപ്രീം കമാൻഡർ സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് നന്ദി പറയാണ്. ഇവിടെ ജനങ്ങളെല്ലാവരും ആ ഒരു മാച്ച് നിന്ന് പോയതിനോർത്ത് ഒരുപാട് വിഷമിക്കും. സെയ്റ്റാന്റെ ഫോട്ടോ മാത്രമാണ് ഇപ്പൊ ബ്രോഡ്കാസ്റ്റിൽ കാണിക്കുന്നത്. സുപ്രീം കായ് ആണെങ്കിൽ ഇപ്പൊ ഗോകുവിനോടും ടീമിനോടും പറയും, ആക്ച്വലി അവരെ കൺട്രോൾ ചെയ്യുന്നത് ഒരു വിസാർഡാണ്. മനുഷ്യർക്ക് മുൻപേ ഇവിടേക്ക് വന്ന ഒരു വിസാർഡ്, അവനാണ് ഇതിനെല്ലാം പിന്നിൽ. ആ വിസാർഡിന്റെ കൂടെ തന്നെ മാജിക് ബൂ എന്ന് പേരുള്ള ഒരു
പിശാചിനെ അവര് ക്രിയേറ്റ് ചെയ്തെടുത്തു. അവൻ ശരിക്കും എല്ലാവരെയും തകർക്കാനുള്ള കഴിവുണ്ട്. മാജിക് ബോ അവനവന്റെ കണ്ണിൽ കണ്ട എല്ലാ ഗാലക്സികളും തകർത്ത് കളഞ്ഞു. എന്നെപ്പോലെ 4 സുപ്രീം കായികൾ ഈ ലോകത്തുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈസി ആയിട്ട് പലരെയും തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ ആ സുപ്രീം കായ് അവൻ ഞങ്ങളെ 4 പേരെയും തോൽപ്പിച്ച് ശേഷം എന്നെ മാത്രമാണ് അവൻ ജീവനോട് കൂടെ വിട്ടത്. മാജിക് ബോവിന്റെ പവർ കൊണ്ട് തന്നെ അവന് ഒരു ഗ്രഹത്തിനെ മറ്റൊരു ഗ്രഹത്തിന്റെ ഭാഗത്തേക്ക് മാറ്റാനും ടെലിപ്പോർട്ട് ചെയ്യാനും ഒക്കെ തന്നെ സാധിക്കും. മാജിക് ബോ ഉണ്ടായിരുന്ന ആ ഒരു പന്ത് അതിപ്പോ വീണ് കിടക്കുന്നത് ഭൂമിയിലാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. എത്രയും വേഗം അത് കണ്ടെത്തണം. ആ ഒരു വിസാർഡിന് ഒരു മകനുണ്ട്. അവന്റെ പേര് ബാബിഡി എന്നാണ്. അവനും വിസാർഡിനെ പോലെ തന്നെ വളരെയധികം ദുഷ്ടനാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഡബിൾ ഷോക്കാവും. ആ ബാബിഡിയെ തോൽപ്പിച്ചാൽ മാത്രമേ ആ ഒരു കോളത്തിൽ നിന്ന് ആ ഒരു വിസാർഡ് അത് പുറത്തു വരാതിരിക്കുകയുള്ളൂ. ആക്ച്വലി അവൻ വലിയ ശക്തിയൊന്നുമില്ല, പക്ഷെ അവന്റെ കയ്യിലുള്ള മാജിക് അത് വളരെ പവർഫുൾ ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം അത് മറ്റൊന്നുമല്ല, എങ്ങനെയെങ്കിലും ആ ബാബിഡിയെ അതിനെ ഇല്ലാതാക്കുക. അതിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അവരുടെ മന്ത്രശക്തി കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാനായിട്ട് അവരെ കൊണ്ട് കഴിയും. കട്ട് ചെയ്ത ഇവിടെ പിങ്ക് മാനാണെങ്കിൽ ഗോഹാനോട് പറയും, ആ ബാബിഡിയുടെ അസിസ്റ്റൻസ് ആണ് നിന്റെ അടുത്തേക്ക് വന്ന് എന്റെ ഉള്ളിലെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്തത്. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് മറ്റൊന്നിനുമല്ല, അവരെ ഫോളോ ചെയ്ത് ആ ഒരു കോളം അത് എവിടെയാണുള്ളതെന്ന് അറിയാനാണ്. നിന്റെ പവർ ഉപയോഗിച്ച് അവരുടെ മന്ത്രശക്തിയാൽ ആ ഒരു കോളം അത് ഓപ്പൺ ചെയ്യുക എന്നതാണ് അവരുടെ ശ്രമം. അവിടെ എവിടെ ഉണ്ടാവും, അവിടെ തന്നെ ആ ഒരു വലിയ പന്തും ഉണ്ടാവും. സോ നമുക്ക് അവരെ ഫോളോ ചെയ്ത് അവിടേക്ക് എത്തി അവരുടെ പ്ലാനുകൾ അത് നശിപ്പിച്ചു കളയണം. അതിനുവേണ്ടിയാണ് ഇത്രയും സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അവനാണെങ്കിൽ വിടലിനോട് നീ ഓക്കെ അല്ലേ ചോദിക്കും. അതിനവള് പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആണ്. കട്ട് ചെയ്ത ഗോക്കു ആണെങ്കിൽ ഇപ്പോ സ്പൈക്കിനോട് ചോദിക്കും, നിങ്ങൾക്ക് മാജിക് ബൂവിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് മാജിക് ബൂവിന്റെ ഫാദറിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവനെ കൂടെ ഇല്ലാതാക്കിക്കൂടായിരുന്നു. അതിനവൻ പറയും അവൻ ഇത്രയും വലിയൊരു ശത്രുവായി മാറുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. മാത്രമല്ല ആ ഗോളം അത് കുറച്ചു കാലത്തേക്ക് ഇൻവിസിബിൾ ആയിരുന്നു. പക്ഷേ എല്ലാവരും ഓരോന്ന് കണ്ടുപിടിക്കുന്ന തിരക്കിൽ അത് അവർക്കൊരു വിഷയമല്ലാതായി മാറി. മാത്രമല്ല അത് അവരാരും തന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അത് ശരിക്കും ഒരു വെല്ലുവിളിയായി മാറിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ലാവകൾ കത്തിയെരിയുന്ന ഒരു സ്ഥലം കാണിക്കും. അവിടേക്ക് ആ 2 വില്ലന്മാര് ജയൻസ് അവരങ്ങനെ കടന്നു വരികയാണ്. ഇത് ശരിക്കും വലിയൊരു ട്രഷർ തന്നെയാണ്. ഇത് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് ഹാപ്പി ആവുമെന്ന് പറഞ്ഞ് അവർ 2 പേരും ചേർന്ന് ആ ഡ്രാഗൺസിന്റെ കൂട് തകർത്ത് അങ്ങനെ പറന്നു പോവാണ്. ഡ്രാഗൺസ് ആണെങ്കിൽ അവരുടെ കുഞ്ഞുങ്ങളെ സേവ് ചെയ്ത് പിടിക്കുന്ന അതേസമയം നമ്മുടെ ആൾക്കാരും അതുവഴി കടന്നു പോകും. ഇവിടെ പിങ്ക് മാൻ ആണെങ്കിൽ ഗോഹാനോട് പറയും, ഈ സ്പീഡിൽ പോയാൽ അവിടെ എത്താൻ ഒരുപാട് സമയം എടുക്കും. നമ്മുടെ സ്പീഡ് അത് കൂട്ടേണ്ട സമയമായിരിക്കുന്നു. എത്രയും വേഗം നമുക്ക് അവിടെ എത്തണം. ഉടനെ ഗോഹാൻ ആണെങ്കിൽ ഇപ്പോ വിടലിനെ നോക്കും. അവളെ കൊണ്ടാണെങ്കിൽ ഓൾറെഡി ഇത്രയും സ്പീഡിൽ പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കാര്യം ഗോഹാനോട് പറയും, ഇപ്പൊ തന്നെ എനിക്ക് കണ്ണ് പോലും പ്രോപ്പറായിട്ട് തുറക്കാൻ പറ്റുന്നില്ല. ഇതിൽ കൂടുതൽ സ്പീഡിൽ പറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് ഗോഹാൻ പറയും, അതെ അത് തന്നെയാണ് ഞാനും പറയുന്നത്. വരാൻ പോകുന്നത് വലിയ ആപത്താണ്. കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരിക്കും ഒരു നല്ലതിനു വേണ്ടിയാണെന്ന് കരുതുക. നീ എത്രയും വേഗം ഇവിടുന്ന് തിരികെ പോകണം. ഞങ്ങൾ സേഫായി തിരികെ എത്തും. അവളാണെങ്കിൽ തല താഴ്ത്തും, അതെ തിരികെ പോവാൻ ഞാൻ തയ്യാറാണ്. ഗോഹാനാണെങ്കിൽ അവളോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. തിരികെ ചെന്നതിന് ശേഷം എന്റെ അമ്മയും എന്റെ സുഹൃത്തുക്കളെയും നീ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അവളാണെങ്കിൽ ഓക്കെ പറയും. സത്യം പറയും, നീ ആ ഗോൾഡൻ വാരിയർ അല്ലേ? വർഷങ്ങൾക്ക് മുൻപ് ആ സെല്ലിനെ അവനെ നശിപ്പിച്ച അതേ കുട്ടി ഗോൾഡൻ വാരിയർ അത് നീ തന്നെയല്ലേ? അത് കേട്ട് ഇപ്പൊ ഗോഹാനാണെങ്കിൽ തലതാഴ്ത്തും. അതേന്ന് പറയും, എനിക്കറിയാം അത് നീയാണെന്ന്. എന്റെ അച്ഛനല്ല സെലിനെ നശിപ്പിച്ചുവെന്ന് അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയതാണ്. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. നീ ആ വില്ലന്മാരെ എല്ലാവരെയും തോൽപ്പിച്ചിട്ട് തിരികെ വരണം. ഞാൻ ആ ഒരു ഗ്രൗണ്ടിൽ ഉണ്ടാവും പറയും. അത് കേട്ട് ഗോഹാനും താങ്ക്സ് പറഞ്ഞ് കടന്നു പോവാണ്. നിനക്ക് ഒരാപത്തും സംഭവിക്കില്ല. തിരിച്ച് നീ ആരോഗ്യത്തോടു കൂടെ തന്നെ മടങ്ങി വരണം. ഇവിടെ ഗോഹാനും അതുപോലെ തന്നെ ആ ഒരു പിങ്കുമാനും അവർ 2 പേരും സ്പീഡ് അത് ഇരട്ടിയാക്കി ഗോക്കുവാൻ ടീമിന്റെ അടുത്തേക്ക് വരികയാണ്. ഗോഹാൻ ആണെങ്കിൽ ബാക്ക് ടു നോർമൽ ആയത് കണ്ട് എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ഗോക്കു ആണെങ്കിൽ ഗോഹാനോട് പറയും, ഇത്തവണത്തെ നമ്മുടെ ശത്രുക്കൾ ഇവർ പറഞ്ഞതനുസരിച്ച് വളരെയധികം പവർഫുൾ ആണ്. സോ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് വേണം അവരുമായിട്ട് പോരാടാൻ. ഒരുപാട് വർഷത്തിന് ശേഷം നമ്മളിപ്പോൾ ഒരുമിച്ച് പോരാടാൻ പോവുകയാണെന്ന് അവർ പറയും. അതേസമയം ദൂരത്തായിട്ട് ഒരു ചെറിയ സ്പേസ് ഷിപ്പിൽ നിന്ന് ഒരു വലിയ തലയുള്ളവൻ പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവന്റെ അടുത്തേക്ക് ആ 2 വില്ലന്മാര് ജയൻസ് അങ്ങനെ വന്ന് ലാൻഡ് ചെയ്യും. അത് കണ്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വലിയൊരു മലയുടെ പിന്നിൽ ഒളിച്ചിരിക്കും. എല്ലാവരും നിങ്ങൾ നിങ്ങളുടെ പവർ കൺട്രോൾ ചെയ്യണം. ഗോക്കു ആണെങ്കിൽ ആ വലിയ തലയുള്ളവൻ ബാബുഡിയാണോ എന്ന് ചോദിക്കും. അവര് പറയും, അല്ല അത് ബാബുഡിയുടെ ഒരടിമയാണ്. വർഷങ്ങളായിട്ട് അവൻ അവന്റെ സ്പേസ് ഷിപ്പ് ഞങ്ങൾ കണ്ടെത്താതിരിക്കാൻ ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഉറപ്പായാലും ആ ഒരു കോളം തകർക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. ബാബുഡി അവൻ പുറത്തേക്ക് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയും. അടുത്ത നിമിഷം വലിയൊരു രൂപം അത് പുറത്തേക്ക് വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.